ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സംസാരം നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബോറടിക്കണമെന്നില്ല. എന്നാൽ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മുടെ സംസാരം കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം, അത് വല്ലാത്തൊരു സന്തോഷമാണല്ലോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ വെച്ചിട്ടുള്ള ഒരു ഉണ്ടാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് അവിൽ വേണം. അവിൽ നമ്മുടെ ആവശ്യത്തിനുള്ള അവിലെടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ മട്ട അവിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ അവിൽ വേണമെങ്കിൽ അതും എടുക്കാം. നമ്മളെ കയ്യിൽ ഏത് അവിലുള്ളത് അതെടുത്തിട്ട് നമുക്ക് അവിലുകൊണ്ട് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു കപ്പ് അവിലാണ്. അതപ്പോൾ നന്നായി റോസ്റ്റായി വരണം. അപ്പോൾ അത് സിമ്മിൽ വെച്ചിട്ട് മതി, നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ചിലപ്പോൾ അത് കരിഞ്ഞ് പോവും. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം, നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് മുരിഞ്ഞ് പോവും, ഒരു സൈഡ് മുരിയാതെ പോവും. അവിലല്ലേ, അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കും വേണം. വേഗം മുരിയും ചെയ്യും, കുറേ സമയമൊന്നും പിടിക്കേണ്ട. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അവിൽ കുഴച്ചിട്ടൊക്കെ കഴിക്കില്ലേ, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അരി വറുത്തിട്ടൊക്കെ കൊണ്ടുണ്ടാക്കില്ലേ, അതും ഇതും നോക്കുമ്പോൾ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഒന്ന് പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കാത്തവരാണെങ്കിൽ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ അവിൽ വെച്ചിട്ട് ഉണ്ടാക്കും എന്നുള്ളത്. ഞാൻ അരി കൊണ്ടൊക്കെ ഉള്ള ഉണ്ടയാണ് കഴിച്ചിട്ടുള്ള, അരി ഉണ്ട, പിന്നെ അണ്ടിപ്പരിപ്പ് വെച്ചിട്ടുള്ള അണ്ടി ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അത് ഇവിടെ ഉമ്മാക്കും എനിക്കും മോനിക്കൊക്കെ ഇഷ്ടമായി. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇത് ഉണ്ടാക്കി കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ടാണ് വീണ്ടും ഉണ്ടാക്കിയത്. അതപ്പോൾ നമ്മുടെ അവിലൊന്ന് മുരിഞ്ഞ് വന്നിട്ട് നമുക്കിത് എടുത്തിട്ടൊന്ന് കടിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ അത് മുരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി അവിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി വറുത്തെടുക്കാനുള്ളതുണ്ട്. അവിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ചൂടാറാൻ വെക്കാം. അവിൽ നമുക്ക് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ കണ്ടില്ല, അവിൽ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അവിൽ കൂട്ടുകയും ചെയ്യുക, കുറക്കുകയും ചെയ്യാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ടാക്കണ്ടല്ലോ. ഇവിടെ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് അതെ, നമുക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം, നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര ഉള്ളൂ, അപ്പോൾ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓയിലൊന്നല്ല കേട്ടോ റോസ്റ്റ് ചെയ്യണത്, വെറുതെ ചട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഓയിലൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് 2-3 ദിവസമൊക്കെ എടുത്ത് വെക്കാം, നാശമാവൊന്നുമില്ല. പിന്നെ മക്കൾ സ്കൂളിലോട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, പിന്നെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ മക്കൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. മക്കൾക്കായാലും നമ്മുടെ വീട്ടിൽ പ്രായമായവർക്കായാലും എല്ലാവർക്കും കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നമുക്ക് മാറ്റി വെക്കാം, അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കണം. അപ്പോൾ എള്ള് നന്നായി കഴുകണം കേട്ടോ. അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. നന്നായി കഴുകിയിട്ട് ഇങ്ങനെ എന്താ പറയുക, മുതിരൊക്കെ എടുക്കില്ല, അതേപോലെ എടുക്കണം. എങ്ങനെ എടുക്കേണ്ടതെന്ന് പറയാറിയില്ല, അത് ഉമ്മയാണ് അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞു തന്നത്. അപ്പോൾ കല്ല് കളഞ്ഞിട്ട് വാരി വെച്ചതായിരുന്നു. അപ്പോൾ അതിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട പൊട്ടി വരണം. അതിങ്ങനെ നമ്മളെ കടുകൊക്കെ പൊട്ടണ പോലെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് പൊട്ടി വരും. അതുവരെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ടത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അറിയാം, അത് പൊട്ടിത്തെറിക്കണം. നോക്കിയേ, ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ടില്ല. അപ്പോൾ അതുവരെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതും ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വെക്കാം. ഇനി അതൊക്കെ ഇരുന്ന് അവിടെ ചൂടാറട്ടെ. അപ്പോഴും നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കണം. അപ്പോൾ 2 അച്ച് ശർക്കര ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടിയെടുക്കാം. എനിക്കിപ്പോൾ ഇത്ര മധുരം മതി. അപ്പോൾ 2 അച്ച് ശർക്കരയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് മെൽറ്റാവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. കുറച്ചധികം വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വെച്ചേക്കുന്നത്. എനിക്ക് കുറച്ച് വെള്ളത്തോടക്കനെ വേണം, എന്നാലാണ് നമുക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശരിയാവുള്ളൂ. നല്ല കട്ടിയിലാവുമ്പോൾ ഇതെല്ലാം കൂടി ഇടുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് കാരണം കുറച്ചധികം വെള്ളം വെച്ചിട്ട് തന്നെയാണ് ശർക്കര പാനിയാക്കാൻ വെച്ചേക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നന്നായി പൊടിയണ്ട കേട്ടോ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പച്ചക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 2-3 ദിവസം ഇത് കേട് വരാതിരിക്കും. 2 ദിവസം എന്തായാലും ഇത് കേട് വരാതിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ല. നന്നായി പൊടിയണ്ട, എന്നാൽ പൊടിയും വേണം. അങ്ങനെയായിട്ടത് പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയുടെ ജാറിലൊക്കെ മുഴുവൻ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് കുറച്ചുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തിട്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോളൂ. ഇടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടും. അത്രയും രസമാണ് ഇത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു സ്ഥിതിക്കൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയത്. പക്ഷേ എന്താ പറയുക, അതിൻ്റെ ഒരു ടേസ്റ്റ് കഴിച്ചറിഞ്ഞാൽ എന്നെ അറിയുള്ളൂ. അത്രയും ഭയങ്കര രുചിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അവിൽ പൊടിച്ചിട്ടെടുക്കാം. അവിൽ പിന്നെ ഒരു കറക്കില്ല തന്നെ അവിൽ പൊടിഞ്ഞ് വരും കേട്ടോ, വേഗം പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അവിൽ അങ്ങോട്ട് പൊടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള അവിലും കൂടി നമുക്ക് പൊടിച്ചിട്ടെടുക്കണം. അത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടകൾ വേണമെങ്കിൽ കുറച്ചും കൂടി അധികം എല്ലാ സാധനങ്ങളും കൂട്ടിയെടുക്കണം. ഇനി നമുക്ക് എള്ള് പൊടിച്ചെടുക്കാം. എള്ള് പകുതിയെ പൊടിച്ചെടുക്കണമല്ലോ, പകുതി അവിടെ ഇരിക്കട്ടെ, പകുതി നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ പകുതി എള്ളും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളത് 3ഉം പൊടിച്ചെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുത്തു, പിന്നെ അവിൽ പൊടിച്ചെടുത്തു, ഇപ്പോൾ എള്ളും പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ.
അപ്പോൾ ഇനി ജാറിലുള്ളത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നാലല്ലേ നമുക്ക് സമാധാനമുള്ളൂ. എനിക്ക് അങ്ങനെയാണ്. എല്ലാം കൂടി പൊടിച്ചെടുത്തിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവലെടുക്കുമ്പോൾ വിചാരിക്കും കുറേ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, അവൽ ആവശ്യത്തിന് എടുത്തോളൂ. എന്നാലാണ് നമുക്ക് എണ്ണം കൂട്ടണമെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവൽ നമ്മൾ കൂടുതൽ എടുക്കണമെങ്കിൽ കൂടുതൽ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ശർക്കര ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ശർക്കര പാനിയായി വന്നിട്ടുണ്ട്. ഒരു നൂൽപ്പരുവൊന്നും നോക്കണ്ട, നമുക്ക് കുറച്ച് വെള്ളം വേണ്ടതാണ്. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റായി വന്നാൽ മതി. കണ്ട, ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിൽ കച്ചറ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാം. ഇത് നമുക്ക് 2 രീതിക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ 2 ദിവസം കേട് വരാതിരിക്കും. നമ്മൾ മുന്നേ അരിച്ചെടുത്ത ശർക്കര പാനി ഉണ്ടല്ലോ, അപ്പോൾ അത് ഈ കടായിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കും. ഒന്ന് കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നാശാവാതെ 2 ദിവസം കിട്ടുമല്ലോ. അപ്പോൾ അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് നാളികേരമാണ്. അപ്പോൾ അരമുറി നാളികേരമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ആ നാളികേരയിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ചൂടാക്കാതെ ഞാൻ പറഞ്ഞില്ലേ 2 രീതിക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചതിലേക്ക് ഈ നാളികേരം പിന്നെ കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ട കൂട്ടിയെടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് നാശമായി പോവും. ചിലപ്പോൾ രാവിലെ വെച്ച് രാത്രി ആകുമ്പോഴത്തേക്ക് തന്നെ ചീത്തായി പോവും. അപ്പോൾ അതിലും നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ പറഞ്ഞ 2 രീതിക്ക് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കഴിക്കണതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അല്ല 2-3 ദിവസമൊക്കെ ഇരിക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ശർക്കര പാനിയിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ മുന്നേ പൊടിച്ച് വെച്ച പൊടികളുണ്ടല്ലോ, അവൽ, അണ്ടിപ്പരിപ്പും എള്ളും. അപ്പോൾ അത് നമ്മൾ എല്ലാം കൂടി പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ മുന്നേ പറഞ്ഞില്ല നമുക്ക് കുറച്ച് എള്ള് ആവശ്യമുണ്ട് എന്നുള്ളത്, ആ എള്ളും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ എള്ള് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമ്മളത് കടിച്ച് കഴിക്കണ സമയത്ത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് പൊടിച്ച് കൊടുക്കണമെങ്കിൽ പൊടിച്ച് കൊടുക്കുക. പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് രസമുള്ളത്. അപ്പോൾ ആ തരിപ്പായി കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം. ആ ശർക്കര മധുരം ഇതിൽ മുഴുവനായിട്ട് പിടിക്കണം. അതിനനുസരിച്ച് നമ്മൾ അടിയിൽ നിന്ന് തന്നെ ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു 2 ഏലക്ക പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുന്നേ ഇത് വറക്കുമ്പോൾ അതിൽ കൂടെ ഇട്ട് പൊടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യട്ടെ. ഞാൻ മറന്നു പോയതാണ്. പിന്നെ ഞാൻ 2 ഏലക്ക പൊടിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇനി ഞാനിതിൽ മധുരം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. മധുരം കൂടുതലുള്ളവർക്കാണെങ്കിൽ ശർക്കര കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മീഡിയം മധുരം മതി, നല്ല മധുരമൊന്നും ഇഷ്ടമല്ല. പിന്നെ ഉമ്മാക്ക് ഷുഗറും കൂടി ഉള്ളതാണല്ലോ, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മധുരം. അപ്പോൾ ഉമ്മയുടെ കൂടെ മധുരം കുറഞ്ഞ് കഴിച്ചിട്ട് ഇപ്പോൾ മോനക്കും അങ്ങനെ വലിയ മധുരത്തിനോട് ഇഷ്ടമല്ല. എന്നാലും ചില സമയത്ത് ചോറൊക്കെ കഴിച്ച് കിടന്ന് ഒരു 4 മണിക്കൊക്കെ എണീറ്റ് വല്ല മധുരമൊക്കെ കഴിക്കാൻ തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഉണ്ടാക്കിയതും. പിന്നെ നാളെ അനിയത്തി മക്കളും വരും, അപ്പോൾ അവർക്കും കൊടുക്കാമല്ലോ. മക്കളിതൊന്നും കഴിക്കാത്തതാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതുണ്ടാക്കിയത്. നമുക്കിത് ഓരോന്നായിട്ട് ഉണ്ട കൂട്ടി കൊടുക്കാം. കയ്യിൽ വെച്ചിട്ട് നന്നായി ഉണ്ട കൂട്ടുക. അപ്പോൾ 2 ഞാൻ ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ ഉമ്മയുടെ കൊടുക്കുകയും ചെയ്തിട്ട് ബാക്കിയുള്ള ഉണ്ടൊക്കെ ഉമ്മയാണ് കുഴച്ച് തന്നത്, ഉരുട്ടി തന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ട കൂട്ടാൻ പറ്റും. ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്നില്ല. പൊടിഞ്ഞ് പോകുമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, ശർക്കര തന്നെ ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ല, അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഉണ്ടകളും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞില്ല ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി അതേപോലെ ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 തരം മുന്തിരി എടുത്തിട്ടുണ്ട്. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഭംഗി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവലുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയവരാണെങ്കിൽ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്നും കൂടി പറയാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം.